അതിരാവിലെ തന്നെ സഞ്ചാരികളെ വരവേൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ഒരുങ്ങുകയാണ് വയനാട്ടിലെ കർലാട് തടാകം. ബോട്ടിംഗ്, സിപ്പ് ലൈനിലൂടെയുള്ള സാഹസിക യാത്ര എന്നിവയൊക്കെ ഇവിടുത്തെ വലിയ ആകർഷണമായി മാറിയിരിക്കുന്നു. പദ്ധതിയുടെ പ്രചാരണത്തിനായി വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് നേരിട്ട് സ്ഥലത്തെത്തി. കർലാട് ഇനി കളറാകും. നേരം വെളുക്കുമ്പോഴേക്കും തുറക്കുന്ന ടൂറിസം കേന്ദ്രം ആകാൻ ഒരുങ്ങുകയാണിവിടം. ഇവിടെ വന്ന് നേരെ ബാണാസുരയിലേക്ക് വെച്ചുപിടിക്കാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് ഈ തടാകം. കലക്ടർ ഡോക്ടർ രേണുരാജ് തന്നെ നേരിട്ടെത്തി ടൂറിസം പ്രചാരണത്തിന്റെ ഭാഗമായി. ഇനി കർലാടിനെ കുറിച്ച്. വയനാടിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കുഞ്ഞു തടാകമാണിത്. ഏതോ പ്രളയത്തിൽ സ്വാഭാവികമായി രൂപപ്പെട്ടത്. സിപ്ലൈനും കയാക്കിങ്ങും ബാംബു റാഫ്റ്റിങ്ങും അടക്കമുള്ള സാഹസികത ഇവിടെ അനുഭവിക്കാനാകും. വയനാട്ടിലെ ഏറ്റവും മനോഹരമായ തടാകങ്ങളിലൊന്നായ കർലാട്ടിൽ DTPC 9 മണിക്ക് മുമ്പ് ഏർലി മോർണിംഗിൽ ഇവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു പ്രീമിയം വ്യവസ്ഥയിൽ ഇവിടുത്തെ അനുഭവങ്ങൾ അനുഭവിച്ചറിയുന്നതിനും തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനും ഒപ്പം ബോട്ടിങ്ങും റാഫ്റ്റിങ്ങും കയാക്കിങ്ങും സിപ്പ് ലൈനും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ അവർക്ക് ആസ്വദിക്കുന്നതിനും വേണ്ടി ഏർലി മോർണിംഗും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ചെലവിടാൻ കഴിയുന്ന രീതിയിൽ ഈ പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത്. 80 അടി ഉയരത്തിലുള്ള ജലധാര തടാകത്തിൻ്റെ ഒത്ത നടുവിലുണ്ട്. കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിവയുമുണ്ട് ഇവിടെ. രാവിലെ 7 മണി മുതൽ രാത്രി 9 വരെ പ്രവേശനം അനുവദിക്കുന്ന വിധത്തിലാണ് DTPC ഈ ടൂറിസം കേന്ദ്രത്തെ ഒരുക്കുന്നത്. സിപ്പ് ലൈനിലൂടെ ഊർന്നു പറക്കാം, തടാകത്തിൽ തുഴയാം, ചങ്ങാടത്തിലേറാം. വയനാട് കാണാനെത്തുന്നവർക്ക് കർലാടേക്ക് വരാം. 24 വയനാട്. കർലാടിൽ കളക്ടർ കളറായി എന്ന് വേണം പറയാൻ. എന്തായാലും ഡോക്ടർ രേണുരാജ്, താങ്കളുടെ പ്രൊമോഷൻ രീതി സൂപ്പറായി. മറ്റുള്ളവർക്കും ഇത് അവലംബിക്കാം എന്ന് തോന്നുന്നു. കാര്യം കേരളത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭാവി കേരളത്തിന് വലിയ സാധ്യതകളാണ് ഇത്തരം സ്ഥലങ്ങൾ നൽകുന്നത്. കർലാട് എന്തായാലും കളറായി എന്ന കാര്യത്തിൽ സംശയമില്ല.